ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എന്തൊക്കെയാണ്? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? ഞങ്ങളിത് ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇന്ന് ഞാനൊരു മോർണിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ മുതൽ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ. കഴിഞ്ഞ വീഡിയോയിൽ എന്നെ ഒരുപാട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ, എങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ രാവിലെ നമ്മൾ ഇന്ന് പൂളയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. കപ്പയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കഴുകി പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുക്കറിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണുണ്ട്. എന്നിട്ട് ഒരു 2 വിസിൽ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വിചാരിക്കുന്നു കേട്ടോ, എന്താണെന്നറിയണ്ടേ നിങ്ങൾക്ക്, കപ്പയും മീൻകറിയും കഴിക്കണം എന്നാണ് കേട്ടോ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കപ്പ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇവിടെ മീൻ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ മീനാണ് കൊണ്ടുവരുന്നത് വെച്ചാൽ ആ സമയത്ത് കപ്പ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങളായി നമ്മൾ കപ്പയും വാങ്ങുന്നുണ്ട്, മീനും വാങ്ങുന്നുണ്ട്. പക്ഷെ നമുക്കത് എങ്ങനെയായാലും ഒരുമിച്ച് കിട്ടില്ല കേട്ടോ. ഇവിടെ അങ്ങനെ ഒരുമിച്ച് അത് കൊണ്ടുവന്നിട്ട് അങ്ങനെ കഴിക്കണം അങ്ങനെയുള്ളൊരു ഇതൊന്നുമില്ല കേട്ടോ. എന്താണോ ഒരുമിച്ചുള്ളത് വെച്ചാൽ അത് വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുക, ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ മുന്നോട്ട് പോണത്. ഈ ഒരു ടൈമിൽ നമ്മൾ കുക്കറവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ 2 വിസിലടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് മീൻ കറി ഉണ്ടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ മീനൊക്കെ ഞാൻ ഇന്നലെ തന്നെ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറി വെക്കണമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെ നമ്മളതിൽ മുളകും ഒന്നും തേക്കാതെ കഴുകി വൃത്തിയാക്കി ആണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഓരോ പ്രാവശ്യം എടുക്കാനുള്ളത് ഓരോ ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് രാവിലെ തന്നെ നമ്മൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ചിക്കനും മീനും ഒക്കെ വാങ്ങിച്ചിട്ട് ഫ്രീസറിൽ വെക്കുന്ന ആ ഒരു ടൈമിൽ വെള്ളം ഒഴിച്ചിട്ട് വെക്കുക എന്നുള്ളത്. വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കുക അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചാണ് ഫ്രീസറിൽ വെക്കുന്നത് വെച്ചാൽ രാത്രി അത് പുറത്തേക്ക് വയ്ക്കാം. രാത്രി പുറത്തേക്ക് വെച്ചാൽ രാവിലെ നേരത്തെ നമുക്ക് ഉണ്ടാക്കാനാവുമ്പോഴേക്ക് അത് കറക്റ്റ് പാകമായിട്ട് അങ്ങനെ കിട്ടും. അങ്ങനെ ഉള്ളതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമുക്ക് അത്രയും നേരത്തെ ചെയ്ത് തീർക്കേണ്ട പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് അങ്ങോട്ട് നോക്കിയിട്ടുമില്ല കേട്ടോ എന്താ വേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്കിതിലേക്ക് ഈ കപ്പയിലേക്ക് നല്ല അടിപൊളി ഒരു മീൻ കറിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എണ്ണ വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ സവാള ചെറുതാക്കി വഴറ്റിയതും തക്കാളി ചെറുതാക്കി അരിഞ്ഞതും, അതുപോലെ തക്കാളി ചെറുതാക്കി അരിഞ്ഞതും, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും, വെളുത്തുള്ളി തീർന്നു പോയി കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഉള്ളവർ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അങ്ങനെ കറിവേപ്പിലയും ഒക്കെ കൂടിയായിട്ട് നമ്മളിതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 2 പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുടംപുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പുളിയില്ലേ, ആ പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതവിടെ തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കപ്പ 2 വിസിലൊക്കെ വന്ന് അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വെള്ളം കറക്റ്റായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ച് കൊടുക്കണുള്ളൂ. അപ്പോൾ അങ്ങനെ അതും കറക്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതൊന്നും ഇങ്ങോട്ട് ഉടച്ചെടുക്കാനുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് ഉടഞ്ഞു പോകുന്നു വേണ്ട. നമ്മൾ ഇതിനിപ്പോൾ ഞാൻ 2 വിസിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. 2 വിസിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. 1 വിസിലായാൽ തന്നെ നമുക്കിത് നല്ല രീതിയിൽ കിട്ടും കേട്ടോ. എന്നിട്ട് അതൊന്നും ഇങ്ങനെ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ തന്നെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനത് വറുത്തിട്ട് എടുക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു, തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഫിഷ് കറിയുടെ മസാല ഉണ്ടല്ലോ, മീൻ കറി മസാല, അതും കൂടെ കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ മത്തി കേട്ടോ, ചെറിയ മത്തിയാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വേവണ വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ആദ്യം നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയ സമയത്തും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയായി. എപ്പോഴേക്കും ഇതും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് നമ്മൾ
ഈ ഒരു രീതിയിൽ നമ്മൾ കപ്പ അങ്ങനെ ഉടച്ചിട്ടൊന്നും ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ കപ്പയും മീൻ കറിയും കപ്പ പുഴുങ്ങിയിട്ടെടുക്കില്ലേ, അങ്ങനെ പുഴുങ്ങിയിട്ടെടുത്തിട്ട് കപ്പയും മീൻ കറിയും അതുപോലെ പുഴുങ്ങിയ കപ്പയും ചിക്കൻ കറിയും അതുപോലെ പുഴുങ്ങിയ കപ്പയും മുളക് ഉടച്ചെടുക്കില്ലേ, പച്ചമുളക് നമ്മളെ കാന്താരി മുളകും ചെറിയ ഉള്ളിയും കൂടെ അമ്മിക്കല്ലിൽ അരച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴിക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കിയെടുക്കാറുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ. നമ്മൾ ബേക്കറി ഒന്നും ഇങ്ങനെ കഴിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ബേക്കറി എന്ന് പറയുന്ന സാധനം തന്നെ വാങ്ങിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ടൈഗറിൻ്റെ ഒരു 10 രൂപയുടെ കൂടെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു ബിസ്ക്കറ്റ് മാത്രമേ നമ്മൾ ബേക്കറി ആയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടാവുള്ളൂ കേട്ടോ. കഴിച്ചിട്ടില്ല എന്നല്ല, പക്ഷെ നമ്മളങ്ങനെ വാങ്ങിക്കുകയൊന്നുമില്ല കേട്ടോ. ഈ ഒരു സാധനമാണ് ആകെ വാങ്ങിക്കാറുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഇങ്ങനെ മധുരക്കിഴങ്ങ്, അതുപോലെ കപ്പ, അല്ലാന്നുണ്ടെങ്കിൽ ചേമ്പ് ഉണ്ടാവില്ല, പിന്നെ കാച്ചിലില്ലേ, ഞങ്ങളതിന് കാവുത്ത് എന്നാട്ടോ പറയുക. ആ കാച്ചിൽ അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെയാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ചെറിയ ചേമ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ വൈകുന്നേരങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് എൻ്റെ വീഡിയോയിലൊക്കെ നൊസ്റ്റാൾജിയ കടന്നു വരാറുണ്ടല്ലേ. ചില സമയങ്ങളിൽ നമ്മൾ ഓർക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു രസമായിരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയൊക്കെ വറുത്ത് വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മല്ലിപ്പൊടി തീർന്നു പോയിട്ടോ. നമ്മളിങ്ങനെ വറുത്തിട്ട് അത് ആവശ്യാനുസരണം പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പൂപ്പൽ വരിക, നമ്മൾ വറുക്കാതെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൂത്തു പോവും. അപ്പോൾ അതുകൊണ്ട് ഇത് വറുത്ത് വെച്ചിട്ട് പിന്നെ ആവശ്യാനുസരണം എടുത്തുകൊണ്ട് പൊടിച്ച് അങ്ങനെ എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വറുക്കണ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ഞങ്ങളെ വീട്ടിൽ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് മല്ലി പൊടിയൊന്നും വാങ്ങില്ല കേട്ടോ, ഇങ്ങനെ വറുത്ത് അരച്ച് ആ സ്പോട്ടിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നൊരു ചിക്കൻ ഉണ്ടല്ലോ, അത് എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാൻ. അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു ചിക്കൻ ഉണ്ടാകും, നാടൻ ചിക്കൻ, ഒരു പ്രത്യേക ടേസ്റ്റായിട്ടോ. 1-2 പീസൊക്കെ കിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾക്കത്. അപ്പോൾ അങ്ങനെ അത് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ മല്ലിയൊക്കെ ഒന്ന് ഇനി നമുക്ക് ചൂടാറിയിട്ട് വേണം ഒന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ക്യാബേജ് കുറേ ദിവസങ്ങളായി ക്യാബേജൊക്കെ വാങ്ങിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ അരിഞ്ഞെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളമൊഴിച്ച് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് 2 വെള്ളത്തിൽ കഴുകി, അത് ഞാൻ കഴുകി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ കളറ് കണ്ടോ കാണുന്നത്, ഈ കളറ് പിന്നെ അതിലുണ്ട് കേട്ടോ. 2-3 പ്രാവശ്യം ഞാൻ കഴുകി കളഞ്ഞതിന് ശേഷം ഈ കളറുണ്ട്. പിന്നെ ഞാൻ തന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ പിന്നെ കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടിട്ട് അതൊന്നുണ്ടാക്കി എടുക്കാൻ കേട്ടോ. ചില സമയങ്ങളിൽ ഉഴുന്നിടാറുണ്ട് കേട്ടോ. പണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഇതിൽ വറുക്കുന്ന സമയത്ത് കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ, ഉഴുന്ന് പരിപ്പ്. പിന്നെ മോൻ്റെ യൂണിഫോം കല്ലിൽ കൊണ്ടുപോയി അലക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് സോപ്പ് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ മെഷീനിൽ അങ്ങോട്ട് ഇടും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ മെഷീനിലിടാതെ ഇങ്ങനെ അലക്കിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അമ്മ അതിൽ കളിയാണല്ലോ അവരൊക്കെ സ്കൂളിൽ കളിക്കുന്നത്. എങ്ങനെ അത് മെഷീനിലിടും, ഇത് മാത്രം മെഷീനിൽ ഇട്ടിട്ടും കാര്യമില്ല, അവിടെ ഇടാനും പറ്റില്ല കേട്ടോ. ആ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കല്ലിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരിയൊക്കെ അവിടെ നല്ല രീതിയിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കാതെ വാട്ടി തീ കുറച്ച് വെച്ചിട്ട് അങ്ങനെ ആക്കി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതുമായിട്ട് അവിടെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നാളത്തേക്കുള്ള അടുത്ത പരിപാടി എന്താ തീർക്കാനുള്ളത് എന്നാണ് നോക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാൻ തേങ്ങയൊക്കെ ചിരവി ഇന്നലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അത് എടുത്തിട്ട് വറുത്ത് വയ്ക്കാനുണ്ട്, നാളത്തേക്കുള്ളത് വറുത്ത് വയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു രണ്ട് പ്രാവശ്യം കറി ഉണ്ടാക്കാനുള്ളത് ഞാൻ വറുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തീർന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ടി വിയുടെ മുന്നിലാണ് അവരിയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അപ്പൂസാണെന്നുണ്ടെങ്കിൽ ടി വി അവൻ വെച്ചാലും അവൻ കളിച്ചുകൊണ്ട് കിടക്കും. പക്ഷെ മനുള്ള ടൈമിലാണ് എന്നുണ്ടെങ്കിൽ അവൻ ടി വിയുടെ മുന്നിലേക്ക് നോക്കി എന്നിരിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും കുറച്ചേരം ടി വി കണ്ടോട്ടെ, എന്നിട്ട് ടി വി ഓഫാക്കിയിട്ട് മുറ്റത്ത് കളിക്കാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. ഞാൻ മുറ്റത്ത് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അപ്പൂസിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിലേക്ക് പിന്നെ ഞാൻ കറിവേപ്പിലയും അതുപോലെ 4-5 അല്ലി ചെറിയ ഉള്ളി ജീരുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് വറുത്തെടുക്കാറുള്ളത് കേട്ടോ.
അപ്പോൾ അങ്ങനെ നമുക്കിത് ഒന്ന് വറുത്ത് സെറ്റാക്കി വയ്ക്കാം. അങ്ങനെ ഓരോ പണികൾ നമ്മളങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ എത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണേ. കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ക്രിസ്പി പരുവത്തിൽ ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളെന്ന് പറയാനൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നാളെ നമ്മൾ പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. ഓക്കെ, ടാറ്റ ബൈ, സീ യു, ടേക്ക് കെയർ, ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.